ദർശൻ മലയാളികൾക്ക് സുപരിചിതനാണ്. അദ്ദേഹത്തിന്റെ പ്രായമാകുന്നില്ല ഞാൻ എന്ന ശാസ്ത്ര തത്വശാസ്ത്ര ഗ്രന്ഥം കേരള മലയാളി ദാർശനിക ലോകം ചർച്ച ചെയ്യുന്നതാണ്. അദ്ദേഹത്തെ ആശംസാ പ്രസംഗത്തിനായി ഞാൻ ക്ഷണിക്കുന്നു. ഇന്ത്യയുടെ വീണ്ടെടുക്കൽ എന്നാണ് രാജീവ് സാറിന്റെ പുസ്തകത്തിന്റെ തലക്കെട്ട്. ആ തലക്കെട്ട് യഥാർത്ഥത്തിൽ നമ്മളോട് പറയുന്നത് എന്താണ്? അപ്പം വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ സാമാന്യമായി തിരിച്ചു പിടിക്കുക എന്നാണ്. അതായത് ഇന്ത്യ എന്ന നമ്മുടെ ദേശരാഷ്ട്രം വീണ്ടെടുക്കേണ്ട ഒരു പ്രതിരൂപകരമായ സാഹചര്യത്തിൽ എത്തിയിരിക്കുന്നു എന്നാണ് ഏറ്റവും ലളിതമായി ഈ തലക്കെട്ട് നമ്മളോട് സംവദിക്കുന്നത്. സാധാരണഗതിയിൽ അതൊരു സാമൂഹികമോ ചരിത്രപരമായ ആശയം മാത്രമല്ല. ഈ തലക്കെട്ടും ഈ തലക്കെട്ടിന്റെ പിന്നാലെ വരുന്ന ലേഖനങ്ങളെല്ലാം ഈ പുസ്തകമാദ്യമധ്യാന്തം രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമായ ആശയമാണ് അത് ഈ പുസ്തകത്തിലൂടെ ഈ തലക്കെട്ടിലൂടെ ഒക്കെ നമ്മളോട് സംവദിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഒരു സാമൂഹിക സാഹചര്യം ഒരു സുപ്രഭാതത്തിൽ വളരെ പെട്ടെന്ന് സംജാതമാവുന്ന ഒന്നല്ല. മറിച്ച് വിവിധ ഘടകങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെയും പ്രതിപ്രവർത്തനങ്ങളിലൂടെയും പരിണമിച്ച് സംജാതമാകുന്ന ഒന്നാണ് ഏതൊരു സാമൂഹിക സാഹചര്യം. അപ്പൊ ആ സാമൂഹിക സാഹചര്യത്തെ മനസ്സിലാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ പരിണിതികളെയും ബോധ്യപ്പെടേണ്ടത് വിശകലനം ചെയ്യുന്നുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സ്വഭാവം വെച്ച് കൊടുക്കുന്ന കൃതിയായിട്ടാണ് ഞാൻ ഈ ഇന്ത്യയുടെ വീണ്ടെടുക്കൽ എന്ന പുസ്തകത്തെ മനസ്സിലാക്കുന്നത്. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് തീർച്ചയായും കക്ഷിരാഷ്ട്രീയം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് നാം ഓരോരുത്തരും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക ഭാഗത്തെ എന്ന അർത്ഥത്തിലാണ് ഞാൻ ആ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ പുസ്തകത്തിന്റെ സവിശേഷതയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഓരോ കാലഘട്ടത്തിലും സംഭവിച്ചിട്ടുള്ള സംഭവങ്ങളെ വർത്തമാനകാല ആസ്പദങ്ങളായി സ്വീകരിച്ചുകൊണ്ട് അതെപ്രകാരമൊക്കെ വികസിക്കുന്നു എന്നുള്ള ശക്തമായ അന്വേഷണം ഈ പുസ്തകത്തിലായിരിക്കും സാർ നടത്തുന്നുണ്ട്. അപ്പോ വളരെ സമകാലികമായ സംഭവങ്ങളോടുള്ള പ്രതികരണങ്ങളായിട്ടാണ് അദ്ദേഹത്തിന്റെ ഓരോ ലേഖനങ്ങളും ഈ പുസ്തകത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ജയിലിലെ വിദ്യാർത്ഥി കലാപം, അല്ലെങ്കിൽ പൗരത്വ ഭേദഗതിക്കെതിരായിട്ടുള്ള പ്രക്ഷോഭം, ഇവിടെ സൂചിപ്പിച്ചതുപോലെ കർഷക സമരം, നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുള്ള പെൺകളുടെ ചുംബന സമരം, ലിപ്പ് സമരം, ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നാം അനുഭവിക്കുന്നതോ അല്ലെങ്കിൽ നാം സാക്ഷികളാകുന്നതോ ആയ സംഭവങ്ങളെ ആസ്വദിച്ചുകൊണ്ടാണ് അതിനോടുള്ള പ്രതികരണമായിരുന്നു. അത് എപ്രകാരമൊക്കെ നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ പോകുന്നു, എപ്രകാരം വികസിക്കാൻ പോകുന്നു എന്നുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പുസ്തകത്തിൽ ഒരു ലേഖനവും അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ലേഖനമല്ല, അതൊരു ആശയപരമായിട്ടുള്ള അഭിനന്ദിക്കലല്ല, മറിച്ച് നമ്മുടെ സമൂഹവുമായി ചേർന്ന് നിൽക്കുന്ന രചനകളാണ് രാജീവ് സർക്കാരും നടത്തിയിട്ടുള്ളത്. അതിന്റെ ഒരു 1.5 പതിറ്റാണ്ട് കാലത്തെ സമാഹാരമാണ് ഈ പുസ്തകം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് രാജീവ് സാർ കഴിയുന്നത് എന്നൊരു അന്വേഷണമാണ് ഈ പുസ്തകം വായിക്കുകയും ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യം. അത് തീർച്ചയായും എഴുത്തുകാരന്റെ വ്യക്തിത്വം ഈ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എഴുത്തെന്ന് പറയുന്നത് എഴുത്തുകാരന്റെ വ്യക്തിത്വത്തിലൂടെ ഒരു പ്രകാശനമാണ്. എന്റെ മനസ്സിലാക്കലിൽ രാജീവ് സാർ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ബീയിങ് ആണ്. അദ്ദേഹത്തിന്റെ സത്ത, സ്വത്വം എന്ന് പറയുന്നത് സമ്പൂർണ്ണമായും രാഷ്ട്രീയമാണ്. ഈ പുസ്തകം അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പിതാവിനാണ്. ഒറ്റ വരിയിലാണ് ആ സമർപ്പണം. ആ സമർപ്പണം ആരംഭിക്കുന്നതിലാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ എന്നെ രാഷ്ട്രീയത്തിലേക്കും തത്വചിന്തയിലേക്കും സാഹിത്യത്തിലേക്കും ഒക്കെ വഴിച്ചിട്ടുള്ള എന്റെ പിതാവ് എന്നാണ് അദ്ദേഹം ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ആദ്യമായി കടന്നുവരുന്ന വാക്ക് രാഷ്ട്രീയം എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ആ സമർപ്പണത്തിന്റെ അടുത്ത ഭാഗത്ത് അദ്ദേഹത്തിന്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് വിഭാഗിയായിരുന്നു, സഹൃദയനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് രാജീവ് സാഹോദരത്തിന്റെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. അത് തുടക്കം മുതൽ തന്നെ രാഷ്ട്രീയമാണ്. പിൽക്കാലത്ത് അദ്ദേഹം സ്വാഭാവികമായും മാർക്സിസ്റ്റോട് ആഭിമുഖ്യമുള്ള ഒരാളായി വളരുന്നു. പിന്നീട് മുഖ്യധാര കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായുള്ള അവരുടെ നയസമീപനങ്ങളുമായുള്ള വിനോദങ്ങളുടെ അടിസ്ഥാനത്തിൽ ദേശീയ കാലത്ത് നക്സലൈറ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയും ഒട്ടേറെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുകയും പോലീസിന്റെ മർദ്ദനമേൽക്കുകയും തടവ് ശിക്ഷ ലഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. പിന്നീട് ഞാൻ അദ്ദേഹത്തെ കാണുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം നക്സലൈറ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു വിഭാഗമായിരുന്ന സാംസ്കാരിക വേദിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. വേദിയൊക്കെ തന്നെ അപ്രത്യക്ഷമാകുകയും പിന്നീട് രാജീവ് സാഹചര്യത്തിന്റെ അന്വേഷണങ്ങൾ ഒറ്റയ്ക്ക് തന്നെ തുടർന്നു എന്ന്
പ്രതീക്ഷയോടൊക്കെ കാണുകയും അതിന്റെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം, ഒരു നിലപാട് എക്കാലത്തും ഈ രചനകളിലുടനീളം രാജേന്ദ്ര സാറ് വെച്ച് പുലർത്തിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഈ സാംസ്കാരിക വിമർശകൻ, സാഹിത്യ നിരൂപകൻ, തത്വചിന്താ പഠിതാവ് എന്നൊക്കെ രാജേന്ദ്ര സാറിനെ ചുരുക്കിക്കാണുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ രചനകളിലൂടെ അദ്ദേഹം സൂക്ഷിച്ചു പോരുന്ന, നിലനിർത്തിപ്പോരുന്ന, പുലർത്തിപ്പോരുന്ന ഒരു വൈവിധ്യപൂർണമായ രാഷ്ട്രീയ ബദൽ എന്ന ആശയം അത് നിരന്തര ലേഖനങ്ങളിലൂടെ കടന്നു വരുന്നുണ്ട്. ആ ആശയത്തെ മനസ്സിലാക്കുകയും നമ്മളൊരിക്കലും വീഴ്ച വരുത്തുന്നു, അല്ലെങ്കിൽ മനഃപൂർവ്വമായി അത് സംസ്കരിക്കപ്പെടുന്നു. വൈവിധ്യപൂർണമായ ഒരു ജനാധിപത്യ ബദൽ രാഷ്ട്രീയ ആശയമാണ് അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിലുടനീളം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. എന്താണ് ഈ വൈവിധ്യപൂർണമായ രാഷ്ട്രീയ ബദൽ? ഇപ്പോ ഇന്ത്യയുടെ വീണ്ടെടുക്കൽ എന്ന് പറയുന്നത് ഒട്ടും തന്നെ പുതിയ ആശയമല്ല. കഴിഞ്ഞ നൂറ്റാണ്ട് തുടക്കത്തില് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനം ഉയർത്തുന്നത് ഇന്ത്യയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യയെ വീണ്ടെടുക്കുക എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് അത്തരത്തിലൊരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം രൂപപ്പെട്ടത്. ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ദേശരാഷ്ട്ര സംഘടന തന്നെ വികസിച്ചു വന്നിട്ടുള്ളത്. എന്നാൽ ആ സമരം, ആ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് സവർണരും ദേശീയ മൂലധനത്തിന്റെ താല്പര്യങ്ങളും ചേർന്ന് സംജാതമാക്കിയ ഒന്നാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിയാം. പക്ഷെ ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചാലകശക്തികളായിരുന്നു. അത് ഈ രാജ്യത്തെ കർഷകരായിരുന്നു, തൊഴിലാളികളായിരുന്നു, തൊഴിലുകാരായിരുന്നു, കൈതോലക്കാരായിരുന്നു, പിന്നോക്കക്കാരായിരുന്നു, അധസ്ഥരായിരുന്നു, ദളിതരായിരുന്നു. അപ്പൊ ഈ വിഭാഗങ്ങൾ എങ്ങനെയാണ് സവർണർക്കും ദേശീയ മൂലധനത്തിന്റെ ഉടമസ്ഥതയോടൊപ്പം അവരോടൊപ്പം ചേർക്കാൻ കഴിയുന്നത്? അവിടെയാണ് ഗാന്ധിയുടെ പ്രസക്തി വരുന്നത്. ഗാന്ധിജിയെ കുറിച്ച് വളരെ വ്യക്തമായി പുസ്തകത്തിൽ ഒട്ടേറെ നിരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഗാന്ധി ദരിദ്രന്റെ പ്രതീകമായി, ഗാന്ധി സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായി. അങ്ങനെ ഈ പിന്നോക്ക വിഭാഗങ്ങളും അധസ്ഥരും ദളിതരുമെല്ലാം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ഐഡന്റിഫൈ ചെയ്യുന്നത് ഗാന്ധിയിലൂടെയാണ്. എന്നാൽ വരാനിരിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ കീഴാറിന്റേതല്ല, ഈ ദളിതന്റേതല്ല, ഈ അധസ്ഥന്റേതല്ല, ഈ തൊഴിലാളിയുടേതല്ല എന്ന് അന്നേ തിരിച്ചറിയുന്നയാളാണ് അംബേദ്കർ. സംഭവിച്ചതും ചരിത്രത്തിൽ അത് തന്നെയായിരുന്നു. എന്നാൽ ഗാന്ധി തിരിച്ചറിയുന്നത് എന്ന് രാജ്യസഭ അദ്ദേഹത്തിന്റെ പല ലേഖനങ്ങളും ആവർത്തിക്കുന്നത്. ഗാന്ധി പറഞ്ഞിട്ട് നമ്മൾ നേടിയെടുത്തിരിക്കുന്നത് പാർലമെന്ററി സ്വരാജാണ്, പൂർണ്ണ സ്വരാജല്ല. അതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ തുടരേണ്ടതുണ്ടെന്ന് ഗാന്ധി കണ്ടിട്ടുണ്ട്. പക്ഷേ ഗാന്ധി രക്തസാക്ഷിയായി പോവുകയും ആ ഒരു കാഴ്ചപ്പാടിനെ അദ്ദേഹത്തിന് മുന്നോട്ട് നയിക്കാൻ കഴിയും, അങ്ങനെ കഴിയാതെ പോവുകയും ചെയ്യും. എന്നാൽ പിൽക്കാലത്ത് അത് ഏറ്റെടുത്തത് ഇന്ത്യയിൽ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളുമാണ്. ആ ഒരു ധാരയുമായിട്ടാണ് രാജീവ് സാവന്തിന്റെ രാഷ്ട്രീയത്തെ കണ്ണി ചേർക്കുന്നത്. ആ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളുമായി ചേർന്നുള്ള ഒരു ആശയധാരയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. എന്നാൽ പിൽക്കാലത്ത് നമുക്കറിയുന്നത് പോലെ ഈ കമ്മ്യൂണിസത്തിന്റെ, മാർക്സിസത്തിന്റെ പ്രയോഗമാകുന്നതിലെല്ലാം തകരുന്നതാണ്. അതിന് സോവിയറ്റുമാകുന്ന കാരണം അതിനോട് കലാപം ചെയ്തുകൊണ്ട് ചൈനയും മാവോയുടെ നേതൃത്വത്തിലുണ്ടായ മാതൃക തകർന്നു. വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായ മാതൃകകളെല്ലാം തകർന്നു. അതേസമയം 1990-കളിൽ ഇന്ത്യയിൽ സോഷ്യലിസ്റ്റുകളുടെ തന്നെ നേതൃത്വത്തിൽ സ്വത്ത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വികസിക്കുന്നതാണ്. ഈ പോസ്റ്റ് മോഡേൺ പീരീഡ് എന്ന് പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നു. ലോകത്തിൽ നോക്കൂ, മാർക്സിസം തകരുമ്പോഴും നവീന മാർക്സിസ്റ്റ് രൂപപ്പെടുകയും അത് സ്ത്രീവാദ പ്രസ്ഥാനങ്ങളായിട്ട്, പരിസ്ഥിതിവാദ പ്രസ്ഥാനങ്ങളായിട്ട്, മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളായിട്ട്, വിമോചന ദേശാസ്ത്ര പ്രസ്ഥാനങ്ങളായിട്ടൊക്കെ വികസിക്കുകയും ചെയ്യും. അപ്പൊ ഈ ഒരു വൈവിധ്യത്തെയാണ് രാജീവ് സാവന്തിന്റെ രാഷ്ട്രീയമായി ബോധ്യപ്പെട്ടത് എന്നാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇത്തരം പ്രക്ഷോഭങ്ങളുടെ ഒരു ബദലാണ് ആധുനിക മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ലിബറലിസത്തിനും അസമത്വത്തിനെതിരായിട്ട് ലോകത്തെപ്പോഴും വികസിച്ചു വരാൻ പോകുന്നത് എന്നൊരു പ്രതീക്ഷ അദ്ദേഹം ഈ പുസ്തകത്തിലെ ലേഖനങ്ങളിലുടനീളം വയ്ക്കുന്നുണ്ട്. അത് ഈ കീഴാള ജനാധിപത്യം എന്ന് പറയുമ്പോൾ അദ്ദേഹം ആ പുസ്തകത്തിൽ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നു. ഈ കീഴാളം എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയിലൂടെ പുറത്തരപ്പെട്ട ദരിദ്രരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പദമല്ല എന്ന് അദ്ദേഹം ഈ പുസ്തകത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള അടിച്ചമർത്തൽ നേരിടുന്ന ആരും കീഴാളമാണ്. ഇപ്പൊ പുരുഷാധിപത്യത്തിൽ താഴെ സ്ത്രീകൾ കീഴാളമാണ്, അവരുടെ മുന്നേറ്റം കീഴാളമാണ്. തൊഴിലാളികളുടെയും കർഷകരുടെയും തൊഴിലില്ലാത്തവരുടെയും മുന്നേറ്റം കീഴാള മുന്നേറ്റമാണ്. ആ അർത്ഥത്തിൽ ഈ ലോകത്തും ദേശീയമായും സാദേശികമായും പ്രാദേശികമായും വികസിച്ചു വന്നുകൊണ്ടിരിക്കുകയും സ്വയം രൂപപ്പെടുകയും, അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും മുന്നേ അല്ലാതെ സ്വച്ഛന്തമായി, സ്വതന്ത്രമായി, സ്വയംഭൂവായിട്ടുള്ള ബദൽ പ്രക്ഷോഭങ്ങൾ ലോകമെമ്പാടും, പ്രാദേശികമായും ദേശീയമായും ലോകമെമ്പാടും രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു. ആ രൂപപ്പെടൽ എന്ന് പറയുന്നത് ബഹുജന സഞ്ചയ ജനാധിപത്യ ബദലാണ്. അത്തരത്തിലുള്ള ബദലുകളിലൂടെയാണ് ഇന്ത്യയുടെ വീണ്ടെടുക്കൽ നടക്കേണ്ടത് എന്നാണ് രാജീവ് സാവന്തി പുസ്തകത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വലിയ ക്യാൻവാസാണ്. അങ്ങനെ ഒരു ക്യാൻവാസിനെ ഭാവന ചെയ്യുകയും നമ്മളെ ഭാവന ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുമാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി.
അവസാനം ഞാൻ വിചാരിക്കുന്നു. പുസ്തകം വായിച്ച് ബോധ്യപ്പെടുന്ന ഒന്നാണ്, അത് കേട്ട് ബോധ്യപ്പെടുന്ന ഒന്നല്ല എന്ന് എനിക്കറിയാം. ഇത്രമാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പുസ്തകത്തിന് മറ്റു വായനയുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. മറുപടി പ്രസംഗത്തിനായി ഗ്രന്ഥകാരൻ പ്രൊഫസർ പി രാജനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ പറഞ്ഞ വാക്കുകൾക്കൊക്കെ എങ്ങനെയാണ് മറുപടി പറയേണ്ടത് എനിക്കറിയില്ല. ഇവിടെ ദിലീപിനും സനിലും കവിതയും ഉണ്ണിയും ഒക്കെ പറഞ്ഞ വാക്കുകൾക്ക് ഞാൻ നന്ദി എന്നല്ലാതെ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെല്ലാം കേട്ടുകൊണ്ടിരുന്നതാണ്. ഇവിടെ അതുപോലെ ഇവിടെ ഈ പുസ്തക പ്രകാശനത്തിന്റെ ചടങ്ങിലേക്ക് ക്ഷണം സ്വീകരിച്ചു വന്നിട്ടുള്ള എന്റെ സുഹൃത്തുക്കൾ, അപ്പോൾ അവരെ കുറിച്ച് ഞാൻ പ്രധാനമായിട്ടും പറയാൻ സാധിച്ചത്, വളരെ ഈ പുസ്തക പ്രകാശനത്തിന്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ കോഴിക്കോട് നിന്നും ഇടുക്കിയിൽ നിന്നും ഒക്കെ വന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അങ്ങനെ എന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന ആ സുഹൃത്തുക്കളെ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, വിളിച്ചിട്ട് തന്നെയില്ല. നമ്മുടെ ഇവിടെ ദിലീപിലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളിതൊരു ആശയപരമായ ഒരു ക്ഷണമല്ല. ഇത് നമ്മൾ ഈ കാലത്ത് തിരിച്ചറിയേണ്ട ഒരു വലിയ കാര്യമാണ്. കാരണം നമ്മളൊക്കെ പരസ്പരം പല വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ആളുകളായിരിക്കും. പക്ഷെ നമ്മൾ മുൻപൊക്കെ ചെയ്യുന്നത് ഈ വ്യത്യസ്ത അഭിപ്രായമുള്ള ആളുകളിൽ നിന്ന് മുഖന്തിരിക്കും, അല്ലെങ്കിൽ അവരെ ഒഴിവാക്കാൻ. അപ്പോൾ എന്നാൽ നമ്മൾ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ പരസ്പരം കൂടിച്ചേരുമ്പോഴുള്ള ഒരു ഊർജമുണ്ടല്ലോ, അത് നമ്മുടെ ബുദ്ധിപരമായ ആശയങ്ങൾക്കും അറിവുകൾക്കും ഒക്കെ അപ്പുറത്തായിട്ടുള്ള ഊർജമാണ്. അത് നമുക്ക് പലപ്പോഴും നമ്മുടെ അനുഭവത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയും. ഇതിനൊക്കെയാണ് ഞാൻ ഈ പുസ്തകത്തിൽ സ്നേഹം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തന്നെ. അപ്പൊ ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സമ്മേളനം തന്നെ അതിലൊരു ഉദാഹരണമാണ്. നമ്മളൊക്കെ കണ്ടുമുട്ടുമ്പോൾ തന്നെയുള്ള ആ ഒരു ഊർജമുണ്ടല്ലോ, അതിന്റെ ഒരു രാഷ്ട്രീയം, ആ വിധത്തിൽ അതിനെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ഈ ക്ഷണം സ്വീകരിച്ച് ഈ പുസ്തക പ്രകാശനത്തിന് വേണ്ടി വന്ന സുഹൃത്തുക്കൾക്കെല്ലാം ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ അടുത്ത കാലത്ത് വായിച്ച മിഷേൽ ഫൂക്കോയുടെ അവസാന കാലത്തെ ഒരു അഭിമുഖം. അദ്ദേഹം പറയുന്നു, നമ്മൾ ഈ പറഞ്ഞ സൈലൻസ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ ആശയങ്ങൾ ഇങ്ങനെ തേടി നടന്നിട്ട് വലിയ കാര്യങ്ങളില്ല. നമ്മുടെ സമൂഹത്തിൽ ഒട്ടേറെ പ്രവണതകളുണ്ട്. അത് നമ്മളെ ശക്തിപ്പെടുത്തുന്നതും നമ്മളെ ദുർബലരാക്കുന്നതും അകറ്റുന്നതും ആയിട്ടുള്ള വ്യത്യസ്ത പ്രവണതകളുണ്ട്. ഇതൊക്കെ സെൻസ് ചെയ്യാനൊരു കഴിവാണ് വേണ്ടത്. ഇത് തിരിച്ചറിയും എന്താണ് ഈ ശക്തിപ്പെടുത്തുന്ന പ്രവണതകൾ. അത് നമ്മൾ ചുറ്റുമുണ്ട്, പക്ഷെ നമ്മൾ പല കാരണങ്ങളാലും അത് കാണുന്നില്ല. അത് നമ്മൾ അനുഭവിക്കണം, അതിനെ വികസിപ്പിക്കണം. അതാണ് യഥാർത്ഥ ജീവിതത്തിന്റെ ശക്തികളിലേക്കുള്ള മാർഗം എന്ന് പറയുന്നത്. ഞാൻ ഈ സമ്മേളനത്തിന് വേണ്ടി എന്റെ സുഹൃത്തുക്കളെ ഒക്കെ ക്ഷണിക്കുമ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്നതാണ് നമ്മൾ ആ ഒരു ശക്തിയുടെ മാർഗം തുറക്കുക എന്നത്. നമ്മൾ ഈ പരസ്പരം ആശയങ്ങളുടെ പേരിൽ അങ്ങനെ തല്ലുകൂടുന്ന അത് അത്തരം പക്കങ്ങൾ വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ മനുഷ്യന്റെ ഒരു ആ ജൈവ ബന്ധത്തിന്റെ പ്രാധാന്യം, അതിന്റെ ശക്തി എന്നൊക്കെ നമ്മൾ അവഗണിക്കാതിരിക്കുന്നു. എന്റെ പുസ്തകത്തിന്റെ തന്നെ ഒരു സന്ദേശം ഞാൻ അത് ചുരുക്കി പറഞ്ഞാൽ അതാണ് എന്ന് ഞാൻ കരുതുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. നിങ്ങൾക്കെല്ലാം നല്ലത്. നന്ദി വാക്കുകൾ രേഖപ്പെടുത്തുന്നതിനായി ഒരിക്കൽ കൂടി ശ്രീകുമാരൻ. ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത ഓരോരുത്തരും വ്യക്തിപരമായി
അന്താരാഷ്ട്ര വേദിയിൽ